ശബരിമലയിൽ അന്നദാനം വിഭവ സമൃദ്ധമാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അടുത്ത ദിവസം മുതൽ ഉച്ചയ്ക്ക് സദ്യ നൽകും. പന്ത്രണ്ടത്തെ അന്നദാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബോർഡ് യോഗം 10 ലക്ഷം രൂപ അനുവദിച്ചു. അടുത്ത വർഷത്തെ തീർത്ഥാടനകാലത്തിന് മുൻപ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കേണ്ട പ്രവൃത്തികളടക്കം തീരുമാനിക്കുന്നതിന് ഈ മാസം 16 മാസ്റ്റർ പ്ലാൻ സമിതിയുമായി ചർച്ച നടത്തുമെന്നും കെ ജയകുമാർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം പ്രസിഡന്റ് കെ ജയകുമാർ മാതൃഭൂമിയോട് സംസാരിക്കുകയാണ്. സാർ, പ്രധാനപ്പെട്ട യോഗം സാറ് ചുമതലയേറ്റ ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട യോഗമായിരുന്നു. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് എന്ത് തീരുമാനങ്ങളൊക്കെ എടുത്തു? പ്രധാനമായിട്ട് നമ്മൾ പുതിയ ക്രമീകരണങ്ങളിൽ അജണ്ട കൊണ്ടുവരുന്നതിനൊക്കെ ചില ക്രമീകരണങ്ങൾ അതനുസരിച്ചുള്ള ക്രമീകരിക്കപ്പെട്ട ഒരു അജണ്ടയാണെന്ന് ചെയ്തത്. വളരെ കോർഡിയലായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നടന്നു. ഒരുപാട് റുട്ടീൻ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ബോർഡ് കൂടാത്തതുകൊണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു മാധ്യമ ശ്രദ്ധയിൽ വരേണ്ട വിഷയങ്ങളെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശബരിമലയുടെ അവലോകനം നടത്തി. ഇപ്പോൾ ശബരിമലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ 1 ലക്ഷമൊക്കെ ഇന്നലെ വന്നെങ്കിലും അവരുടെ ഭംഗിയായിട്ടത് ചെയ്യാൻ സാധിച്ചു. പോലീസുമായിട്ടുള്ള ഏകീകരണത്തിനകത്ത് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അന്നദാനം നടത്തുന്നതിൻ്റെ രീതിയാണ്. അന്നദാനത്തിലെ ഈ പുലാവ്, സാമ്പാർ എന്നൊക്കെ തുടങ്ങിയ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു അജണ്ട, ഒരു മെനു അതൊക്കെ മാറ്റി കേരളീയ സദ്യ കൊടുക്കാൻ തീരുമാനിച്ചു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് അവിടെ നടപ്പിലാവും. പിന്നെ ഈ മാസം 16-ാം തീയതി മാസ്റ്റർ പ്ലാൻകാരുമായിട്ടുള്ളൊരു ചർച്ച വെച്ചിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്ന ഉന്നതാധികാര സമിതി 26-ാം തീയതി കൂടാനിരിക്കെ അതിന് മുന്നോടിയായിട്ട് ബോർഡും മാസ്റ്റർ പ്ലാനിലെ പദ്ധതികളുമായിട്ടൊരു ഏകീകരണത്തിനും അടുത്ത വർഷത്തെ തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാനിൽ ഏതെല്ലാം പദ്ധതികൾ പൂർത്തിയാക്കണം നമുക്ക് വേണ്ടി എന്നുള്ള മുൻഗണനാക്രമം നടത്താനുമൊക്കെ ആയിട്ട് നമ്മൾ 16-ാം തീയതി ജസ്റ്റിസ് സിരിജഗനാണ് അധ്യക്ഷനെ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചു. ബാക്കി അംഗങ്ങളെ വിളിച്ചിട്ട് ബോർഡ് ഒരു വിലയിരുത്താനായിട്ട് ഫുൾ ബോർഡ് കൂടുന്നുണ്ട് 16-ാം തീയതി. ഇതൊക്കെയാണ്. ഇനി അടുത്ത ബോർഡ് 29-ാം തീയതിയാണ്. ഈ 16-ാം തീയതിയുള്ള മീറ്റിംഗ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 26-ന്റെ മീറ്റിങ്ങിൽ ബാക്കി കാര്യങ്ങൾ മാസ്റ്റർ പ്ലാനിൽ നമുക്ക് എന്ത് കിട്ടണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കി അടുത്ത വർഷത്തെ തീർത്ഥാടനം ഫെബ്രുവരി 1 അതിൻ്റെ ക്രമീകരണത്തിൻ്റെ പ്രാരംഭം കുറിക്കാനുള്ളൊരു സജ്ജീകരണമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.